എന്തിനാ ചേച്ചി ഈ മാലിന്യങ്ങളൊക്കെ ചാക്കിൽ നിറക്കുന്നത്? ഈ മാലിന്യങ്ങൾ ഇവിടെ കിടന്നാൽ മാരകമായ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകും. ചേച്ചി, ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയി ചേച്ചി എന്തു ചെയ്യും? ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. ഈ ജോലിക്ക് ചേച്ചിയുടെ കൂടെ ഞാനും വരട്ടെ? വേണ്ട വേണ്ട മോനെ, ഇത് ചേച്ചിയുടെ ഒരു പ്രതികാരമാ. ചേച്ചി, ഞാനിവിടെ ഒരു ജോലി അന്വേഷിച്ച് വന്നതാ. 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ചേച്ചിയുടെ കൂടെ ഞാൻ ഈ ജോലിക്ക് വന്നാൽ ചേച്ചി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചരോ? മണ്ണെണ്ണ വാങ്ങാൻ എടുത്തു വെച്ച പൈസ മോൻ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചോ. ആ വരണ്ട ക്ലാപ്പ് വാസു, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, അത് ഉറപ്പാ. ഞാൻ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു ഭ്രാന്തി സ്ത്രീ ആ സ്കൂളിന്റെ മുന്നിലുള്ള മാലിന്യങ്ങളൊക്കെ പറക്കി ചാക്കിലാക്കി. അത് നല്ല കാര്യല്ലേ, അത് അനക്ക് പറ്റാത്ത പണിയല്ലേ വാസു. എന്ത് നല്ല കാര്യം? ഒരാള് വിചാരിച്ചാൽ ഈ നാട് നന്നാക്കാൻ പറ്റൂടോ? അതിനല്ലേ ഇവിടെ സർക്കാരുള്ളത്. വാസു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ആദ്യം ഇറങ്ങിയത് ഗാന്ധിജിയല്ലേ? എന്നിട്ടിപ്പോ എന്തുണ്ടായി? കടലിലെ മീനെ എല്ലാവരും വല വീശി പിടിക്കല്ലേ. നാണോട്ടിനൊരു കാര്യം അറിയോ? മാലിന്യം കൊണ്ട് മാത്രമല്ല ഇവിടെ രോഗങ്ങൾ പടരുന്നത്, ഭക്ഷണത്തിൽ കൂടി രോഗങ്ങൾ പടരുന്നുണ്ട്. കണ്ടില്ലേ, മിളക് പൊടി പാക്കറ്റിന്റെ അടക്കം പാമ്പും ചേരുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റിൽ പിന്നെ ആന കയറോ വാസു? ഇല്ല. അതെ, നല്ലതാണോ കെട്ടതാണോ ആരെങ്കിലും നോക്കോ? കൊണ്ടേ തിന്നല്ലേ, തിന്നട്ടെ, എന്നിട്ടാണ് ചത്തോട്ടെ. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പൊറാട്ടയിലേക്ക് സാമ്പാർ ഫ്രീ കൊടുക്കുന്ന കട ഏതാ? അത് കൂട്ടേണ്ട കടന്നെ. അതുകൊണ്ടല്ലേ നാട്ടുകാർക്ക് വയറ്റിളക്കം വിട്ടുമാറാത്ത. കുട്ടേട്ട, കഷ്ണം വേണ്ട, ഇത്തിരി ചാറ് മതി. മുടിപ്പിക്കാനായിട്ട് സാമ്പാർ ഫ്രീ ആന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ഒരു സാമ്പാർ കൂടി. കുടിക്ക്. എന്നാ കുടിച്ചൂടാണ്ട് 2 പൊറാട്ടയിലേക്ക് അരച്ചെമ്പ് സാമ്പാറായി. പൊറാട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നാണോട്ടിന് അറിയോ ബാറിന്റെ അടുത്തുള്ള ചായക്കട? അറിയാം വാസു, ആ ബാറിന്റെ അടുത്തുള്ള ചായക്കട അല്ലേ? അവിടെ ഉണ്ട് ഒരു പലഹാരം. എന്താ ഒരു ടേസ്റ്റ്! 2-3 ദിവസം പഴക്കം ചെന്ന പൊറാട്ട കൊത്തി നുറുക്കി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് പഞ്ചസാര കൊണ്ടൊരു ഗോൾഡ് കവറിക്കൂ. ഓ, പഴക്കം ചെന്ന പൊറാട്ടയെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി വാസു? കുന്നത്തെ പണ്ടാരി പറഞ്ഞതാ. എന്തിനാ അധികം ദൂരം പോണ്? ഇവിടെ തന്നെ, ഈ കടയിൽ തന്നെ റെയ്ഡ് നടന്നില്ലേ? ഇന്ന വാസുവാ എന്റെ കടത്തിന്റെ ചായ. ദൈവമേ, ഈ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കലേ. ഓ, എന്റെ 5000.
എന്താ ഈ കാണിക്കണേ? കുഴി കുത്തുക. എന്തിന്? ഈ മാലിന്യങ്ങളൊക്കെ കുഴിച്ചു മൂടാൻ. ആരോട് ചോദിച്ചിട്ടാ എന്റെ പറമ്പിൽ ഈ കുഴി കുഴിക്കണേ? നിനക്ക് വേണ്ടി 6 മണ്ണ് കുഴിക്കുമ്പോൾ ആരെങ്കിലും നിന്നോട് ചോദിക്കോ? ധിക്കാരി, ഞാനിപ്പം പോലീസിനെ വിളിക്കും. വിളിക്കേ. നീ എന്നെ കുറിച്ച് എന്ത് പരാതി കൊടുക്കാൻ പോകുന്നത്? അതിനേക്കാൾ വലിയ പരാതി ഞാൻ കൊടുക്കും. എന്താണെന്ന് നിനക്കറിയണ്ടേ? സ്ത്രീ പീഡനം. അയ്യോ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആ, അങ്ങനെ വഴിക്കുവാ. നീ നിന്റെ തെങ്ങും തോട്ടവും കവുങ്ങും തോട്ടവും കണ്ടോ? തെങ്ങിന്റെ ഓലയും മടലും കവുങ്ങിന്റെ പാളയും മലർന്നു കിടക്കുന്നത് കണ്ടോ? മഴ പെയ്താൽ അതിൽ വെള്ളം കെട്ടി നിന്ന് അതിൽ കൊതുകുകൾ മുട്ടയിടും. പാവപ്പെട്ടവർ ഒരു നേരത്തെ അടുപ്പ് പുകയ്ക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നീ ഇവിടെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുന്നു. ദേ, ഞാൻ നാളെ ഇതുവഴി പോകുമ്പോൾ ഇതുപോലൊരു കാഴ്ച കണ്ടാൽ. ഭ്രാന്തികളോട് സംസാരിക്കാൻ ഞാനില്ല. ഞാൻ പലതരം ഭ്രാന്തും കണ്ടിട്ടുണ്ട്. ഇതിപ്പോ എന്ത് തരം ഭ്രാന്താ? ഞാൻ പലതരം ഭ്രാന്തും കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഭ്രാന്ത്. ഈ എന്താ മാവ് കുഴക്കാത്ത്? ആദ്യന്റെ കൂലി പറയും, എന്നിട്ട് കുഴക്കാം. നീ 2 ദിവസം തികച്ചു നിന്ന കടയേതാ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉപ്പുങ്ങല്ല കേളുകാര കട. ആ, അവിടെ നിന്ന് നിനക്കെന്താ കൂലി തന്നിരുന്നത്? പഴകിയ പൊറാട്ട ചൂടാക്കിയാന് 50 റുപ്യ തരും. ആ ആ ആ. പുതിയ ചുട്ടാല് 200 റുപ്യം തരും. എന്നാലേ നിനക്ക് ഇവിടെ നിന്ന് 210 തരും. മാവ് കുഴച്ചോ? ആ, അത് കേട്ടാ മതി. ആ. ചേട്ടാ, ഇവിടെ എന്തൊരു കൊതുക. നിങ്ങക്ക് ഈ അടുക്കള ഭാഗത്ത് അഴുക്കുചാലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ? ആ, പുതിയ പൊറോട്ടക്കാരൊക്കെ വന്നല്ലോ. നിന്റെ പൊറോട്ട ഞാൻ കേളുനാരുടെ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. മാവിൽ ഉപ്പ് ചേർക്കുന്ന കാര്യത്തില് നീ മിടുക്കനാ. ചേട്ടാ കുട്ടേട്ടാ, എന്റെ പൊറാട്ടയുടെ മഹിമ. അല്ല, ഇവിടുന്ന് പത്രം വന്നില്ലേ? ഏജന്റിന് പത്രത്തിന്റെ കാശ് കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് പത്രം വരില്ല. ആ, അത് വളരെ നന്നായി. പത്രമില്ലാത്ത എനിക്ക് ചായം വേണ്ട. ചായ നിങ്ങൾ കുടിച്ചോളൂ. ഇവിടെ മാവും കുഴച്ച് നിന്നോ. ഒരു പത്രമില്ലാത്ത എന്ത് കടയുടെ ഇത്? രണ്ടും നന്ന്. ചേട്ടാ, ഇനി മാവ് കുഴക്കണ? അതെ, ഇവനൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ കട നടത്തുന്നത്. നീ മാവ് കുഴക്കടാ. 2-3 ദിവസത്തെ പൊറാട്ട സൂക്ഷിക്കാൻ എനിക്കറിയാം. പൊറാട്ടയിൽ സാമ്പാർ വീണ ആരറിയാനാ? നല്ലൊരു മൊയലാളി. എന്താ വേണ്ടത്? അല്പം ഭക്ഷണം തരുമോ? ഭക്ഷണോ? ഇവിടെ ഭക്ഷണമൊന്നുമില്ല. മോഷ്ടിക്കാൻ വന്ന പുതിയ നമ്പറാണല്ലേ. അടുത്ത വീട്ടിന്ന് 10 പവനാ പോയത്. അവരുടെ ശ്രദ്ധക്കുറവുണ്ടല്ലേ. ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല. വിശന്നപ്പോ അല്പം ഭക്ഷണം കിട്ടുമെന്ന് കരുതി വന്നതാ. ഞാൻ പോവാ. ഈ ചിരട്ടയും മുട്ടത്തോടും വലിച്ചെറിഞ്ഞാൽ
അതിൽ വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുകുകൾ മുട്ടയിടും. അതൊക്കെ ആ പിള്ളേരുടെ പണിയാ. പിള്ളേരുടെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്താൽ അത് മുതിർന്നവരല്ലേ ശ്രദ്ധിക്കേണ്ടത്. മോളെ, മക്കൾക്ക് എല്ലാവിധ കുത്തിവയ്പ്പുകളും നടത്തണം. ഇപ്പൊ രക്ഷിതാക്കൾ കുത്തിവയ്പ്പുകൾ നടത്താറില്ല. പിന്നീട് അത് ദുഃഖിക്കേണ്ടി വരും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആരുടെ ഈ ഭ്രാന്തിയാണ് കടത്തി വിട്ടത്? നിന്റെ തന്ത. നീ എന്റെ തന്തയ്ക്ക് ചോടി. ഞാൻ ഇനി വിളിക്കും. വിടറത്. വിടാനോ? കൈ വിടറ. കൈ വിട്. ദേ, സ്ത്രീകളെ കയറി പിടിച്ച് എന്താ കുറ്റം എന്നറിയാലോ. കൈ വിടടാ. അവളെ കൈ വിട്ടാളെ. അവളെ പോലെ ഭ്രാന്ത് നിനക്കുണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നിനക്ക് ചെയ്യാൻ പറ്റണത് ചെയ്യ്. വേണ്ട മോനെ, മോൻ കഴിച്ചോ. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയില്ലെങ്കിൽ ഡിഫ്തീരിയ, പോളിയോ, വില്ലൻ ചുമ, ടെറ്റനസ്, ക്ഷയം, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളുണ്ടാവും. മക്കളെ, ആ കിണറ്റിലെ വെള്ളം എടുക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ.
മാലിന്യത്തോടുള്ള എന്റെ പ്രതികാരം വളർന്നത് ഡിഫ്തീരിയെ ബാധിച്ച് എന്റെ ഭർത്താവ് മരണപ്പെട്ടു. അറിവില്ലായ്മ കൊണ്ട് ഞാൻ പ്രതിരോധ കുത്തിവയ്പ് നടത്താത്തതിന്റെ പേരിൽ എന്റെ മകനും എനിക്ക് നഷ്ടപ്പെട്ടു. 60-70 പ്രായമുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഈ നാട്ടിൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞാനൊരു ഭ്രാന്തിയായി അഭിനയിച്ചു. തലചായ്ക്കാൻ ഒരിടം തന്ന പീറ്റർ മുതലാളിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തെ മാലിന്യ വിമുക്തമാക്കാൻ ഞാൻ ശ്രമിച്ചതിൽ എന്തെങ്കിലും പരിണാമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും തുടർന്നുകൊണ്ടേ പോകണം.